ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കലയെയും സാഹിത്യത്തെയും ഏറെ സ്നേഹിക്കുന്ന കോഴിക്കോടിനെ പോലുള്ള ഒരു ദേശത്ത് വർഷങ്ങളായി ശോച്യാവസ്ഥ നേരിടുന്ന മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി കെട്ടിടത്തിന്റെ വികസനത്തിന് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. സാംസ്കാരിക നായകന്മാരും സാഹിത്യ പ്രവർത്തകരും ഇതിന്റെ പേരിൽ തർക്കത്തിലിരിക്കെ പുതുതായി എത്തിയ കളക്ടർ മുൻകൈയെടുത്ത് ആരംഭിച്ച ചർച്ചകൾ ഏറെ പ്രതീക്ഷയോടെയാണ് കോഴിക്കോട്ടെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. മുക്കം കൽപ്പൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണം, ഒരാൾ മരിച്ചു, 6 പേർക്ക് പരിക്ക്. മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറിയുടെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് MT. കളക്ടറും MTയും കൂടിക്കാഴ്ച നടത്തി. കാരശ്ശേരി ബാങ്കിന് പ്രവർത്തന പരിധി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മാർച്ച് 10 ജില്ലയിൽ സഹകരണ ബന്ദ്. ഹർത്താൽ നടത്തുന്നത് തെറ്റിദ്ധാരണ മൂലമെന്ന് കാരശ്ശേരി ബാങ്ക്. വിശദമായ വാർത്തയിലേക്ക്. കോഴിക്കോടിനടുത്ത് മുക്കത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 2 വീട്ടമ്മമാർ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സർക്കാർ അനുമതിയോടെ പന്നിയെ വെടിവെച്ചു കൊന്നു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുക്കത്തെ കൽപ്പൂരിലാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചത്. 2 വീട്ടമ്മമാർ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. മുക്കം സ്വദേശി അബ്ദുൾ സലാമാണ് പന്നിയുടെ ആക്രമണത്തിൽ മരിച്ചത്. മണിക്കൂറുകളോളം പരിഭ്രാന്തി സൃഷ്ടിച്ച കാട്ടുപന്നിയെ സർക്കാർ അനുമതിയോടെ വെടിവെച്ചു കൊന്നു. വെള്ളിയാഴ്ച രാവിലെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നി കർഷകരെ കണ്ടതോടെ അക്രമകാരിയാവുകയായിരുന്നു. പന്നിയുടെ കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ സലാം ആശുപത്രിയിലേക്കുള്ള വഴിയാണ് മരിച്ചത്. കൃഷിയിടത്തിൽ നിന്ന് തൊട്ടടുത്ത ജനവാസ കേന്ദ്രത്തിലേക്ക് കടന്ന പന്നി കൂടുതൽ പേരെ ആക്രമിക്കുകയായിരുന്നു. 2 വീട്ടമ്മമാരടക്കം 6 പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. വിവരമറിഞ്ഞ് നാട്ടുകാർ സംഘടിതരായി എത്തിയതോടെ പന്നി സമീപത്തെ പുഴയിലിറങ്ങി. അതിനിടെ പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. പന്നി വീണ്ടും ആക്രമണത്തിന് മുതിർന്നപ്പോഴാണ് കൊല്ലാൻ അനുമതി കിട്ടിയത്. വെടിയേറ്റ് വീണ പന്നിക്ക് മേൽ നാട്ടുകാർ അരിശം തീർത്തു. വന്യമൃഗശല്യത്തിനെതിരെ നാട്ടുകാരുടെ പരാതി നിലനിൽക്കുമ്പോഴാണ് പന്നിയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത്. ഹസീന, കുഞ്ഞുമോൻ, വാസു, ലളിത എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. സാമൂതിരി രാജാവിനെയും ജില്ലയിലെ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളും സന്ദർശിച്ച കലക്ടർ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തി സൗഹൃദ സംഭാഷണം നടത്തി. മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ എന്തു വിട്ടുവീഴ്ച ചെയ്തും പരിഹരിക്കണമെന്ന് MT ജില്ലാ കലക്ടർ N പ്രശാന്തിനോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ എന്തു വിട്ടുവീഴ്ച ചെയ്തും പരിഹരിക്കണമെന്ന് സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. MTയുടെ വീടായ നടക്കാവ് കൊട്ടാരം റോഡിലെ സിത്താരയിലെത്തിയ ജില്ലാ കലക്ടറോടുള്ള സൗഹൃദ സംഭാഷണത്തിനിടെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. രാവിലെ 9:30 ജില്ലാ കലക്ടർ N പ്രശാന്ത് MTയുടെ വീട്ടിലെത്തിയത്. ലൈബ്രറിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ സാംസ്കാരിക പ്രവർത്തകർ കൽപ്പറ്റ നാരായണന്റെയും സിവിക് ചന്ദ്രന്റെയും നേതൃത്വത്തിൽ കലക്ടറേറ്റിലെത്തി നിവേദനം നൽകിയിരുന്നു. നിത്യേന 100 കണക്കിന് വായനക്കാരും വിജ്ഞാനദാഹികളും എത്തുന്ന ലൈബ്രറിയിൽ ആവശ്യത്തിന് പുതിയ പുസ്തകങ്ങൾ ഇല്ലെന്നും കെട്ടിടം നിർമ്മിച്ച് 20 വർഷം പിന്നിട്ടിട്ടും യാതൊരു അറ്റകുറ്റപ്പണിയും ഇവിടെ നടത്തിയിട്ടില്ലെന്നും കെട്ടിടം നാശത്തിന്റെ വക്കിലാണെന്നും സാംസ്കാരിക പ്രവർത്തകർ കലക്ടറെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കലക്ടർ MT വാസുദേവൻ നായരെ നടക്കാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സന്ദർശിച്ചത്. കലക്ടറെ സ്വീകരിക്കാൻ MTയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും എത്തിയിരുന്നു. ജില്ലാ കലക്ടറായി ചുമതലയേറ്റ ശേഷം സാമൂതിരി രാജാവിനെയും ജില്ലയിലെ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളും കലക്ടർ സന്ദർശിച്ചിരുന്നു. ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴിയും കലക്ടർക്കൊപ്പമുണ്ടായിരുന്നു.
കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനം യന്ത്രത്തകരാർ മൂലം യാത്ര മാറ്റിവച്ചതിനെ തുടർന്ന് യാത്രക്കാർ ബഹളം വച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് യാത്രക്കാർ ബഹളം വെച്ചത്. പ്രതിഷേധം ശക്തമായതോടെ യാത്രക്കാരെ അടുത്തുള്ള ഹോട്ടലുകളിലേക്ക് മാറ്റി. പുലർച്ചെ 3 മണിക്ക് പുറപ്പെടേണ്ട യാത്രയ്ക്കായി അർദ്ധരാത്രി 12 മണിയോടെ തന്നെ എത്തിയവരായിരുന്നു ഇവർ. 344 യാത്രക്കാരാണ് ഇന്ന് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ പുലർച്ചെ 2:30 വിമാനത്തിന്റെ എഞ്ചിനിൽ തകരാറുണ്ടെന്നും യാത്ര മാറ്റിവെക്കേണ്ടി വരുമെന്നും എയർ ഇന്ത്യ യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബദൽ സംവിധാനം ഒരുക്കാനോ യാത്രക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനോ എയർ ഇന്ത്യ അധികൃതർ തയ്യാറായില്ലെന്നാണ് യാത്രക്കാർ ആരോപിക്കുന്നത്. 13 മണിക്കൂറായി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു. ഭക്ഷണ വെള്ളം ഒന്നും കിട്ടിയില്ല. പറയാൻ നമ്മൾ തല്ലാൻ വരെയായിരുന്നു. കുറെ കുഴപ്പമായി, കച്ചപ്പാടായി, ബഹളായി. നമുക്കൊരു ലാഭം ഉണ്ടായില്ല. അതുവരെ ഉള്ളിൽ കയറി ഒരു പ്രതികരണവും ഇല്ല. ഇത് ഇന്നുമല്ല, എപ്പോഴും ഏറിയ പ്രശ്നമായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും തല്ലുകയും വെള്ളം പോലും കൊടുക്കാതെ അടിച്ച് പുറത്താക്കുകയും ചെയ്തു. 12 മണിക്കൂറോളം ഇവിടെ വെറുതെ പിടിച്ചു നിർത്തി. റൂമോ ഭക്ഷണമോ ഒന്നുമില്ല. കൈക്കുഞ്ഞുങ്ങളുള്ളവരും വീൽചെയറിൽ യാത്രയ്ക്കായി എത്തിയവരും മണിക്കൂറുകളോളം കാത്തിരുന്നു. ശേഷം യാത്രക്കാരിൽ ചിലർ അക്ഷമരായി ബഹളം വെച്ചതോടെയാണ് എയർ ഇന്ത്യ മൗനം വെടിഞ്ഞത്. ഇതോടെ ബോംബെയിൽ നിന്നും യന്ത്രസാമഗ്രികൾ എത്തണമെന്നും അതുവരെ യാത്രക്കാരെ സമീപ ഹോട്ടലുകളിൽ താമസിപ്പിക്കാമെന്നും ഉറപ്പു നൽകി. അടുത്തുള്ള യാത്രക്കാർക്ക് പോയി വരാനായി യാത്രാ ഇനത്തിലേക്ക് 1500 രൂപയും നൽകി. തുടർന്ന് വൈകിട്ട് 7 മണിയോടെയാണ് യാത്ര പുനരാരംഭിച്ചത്. കേന്ദ്ര സംസ്ഥാന തലത്തിൽ നടക്കുന്ന IR മീറ്റിംഗുകൾ ഫലപ്രാപ്തിയിലെത്താതെ കേവലം ചടങ്ങുകളായി മാറ്റുന്ന ബാങ്ക് അധികാരികളുടെ നയത്തിൽ പ്രതിഷേധിച്ച് യൂണിയൻ ബാങ്ക് കോഴിക്കോട് മെയിൻ ശാഖയ്ക്ക് മുന്നിൽ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന IR മീറ്റിംഗുകൾ ഫലപ്രാപ്തിയിലെത്താതെ കേവലം ചടങ്ങുകളായി മാറുന്ന ബാങ്ക് അധികാരികളുടെ നയത്തിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുവാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി യൂണിയൻ ബാങ്ക് കോഴിക്കോട് മെയിൻ ശാഖയ്ക്ക് മുൻപിൽ ധർണാ സമരം നടത്തി. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ശാഖകളിലും നിലവിലുള്ള ഒഴിവുകളുടെ കണക്കെടുക്കുക, എല്ലാ കേഡറുകളിലും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, ആവശ്യത്തിന് പ്യൂൺമാരെയും ഹൌസ് കീപ്പർമാരെ നിയമിക്കുന്നതിന് നടപടിയെടുക്കുക, സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരെ ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് നിലവിലുള്ള ടെസ്റ്റും ഇന്റർവ്യൂവും ഒഴിവാക്കുക, ക്ലീനിംഗ് മെറ്റീരിയൽ അലവൻസ്, പെട്രോൾ അലവൻസ്, ക്ലോസിംഗ് അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ക്വാർട്ടേഴ്സ് വാടക എന്നിവയിൽ മറ്റ് ബാങ്കുകൾക്കൊപ്പം എത്തുന്ന രീതിയിൽ കാലോചിതമായ വർധനവ് അനുവദിക്കുക, വാഹന വായ്പ, സ്റ്റാഫ് ഓവർഡ്രാഫ്റ്റ് എന്നിവ വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. റീജിയണൽ സെക്രട്ടറി V കൃഷ്ണൻകുട്ടി, K സുരേന്ദ്രൻ, CJ നന്ദകുമാർ, AK രമേഷ് ബാബു, VP അബൂബക്കർ, P ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. തയ്യൽ തൊഴിലാളികളെ സമരമുഖത്തേക്ക് തള്ളിവിടാതെ ന്യായമായ ആവശ്യം നടപ്പു നിയമസഭാ സമ്മേളനത്തിൽ നിയമ ഭേദഗതി വരുത്തി നിയമമാക്കി തരുന്നതിൽ സജീവമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് AKTA സംസ്ഥാന പ്രസിഡന്റ് K മാനുക്കുട്ടൻ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തയ്യൽ തൊഴിലാളി നിയമം ഭേദഗതി വരുത്തുക, മിനിമം പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തുക, മരണാനന്തര ആനുകൂല്യം 25,000 രൂപയാക്കി ഉയർത്തുക, ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ബോർഡ് നേരിട്ട് നിയമനം നടത്താൻ അനുമതി നൽകുക, സർവീസ് റിട്ടയർമെന്റ് അംശാദായ വർധനയ്ക്ക് ആനുപാതികമായി വർദ്ധിപ്പിക്കുക, ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യുക, വിവാഹ ധനസഹായം 15,000 രൂപയാക്കി ഉയർത്തുക, തയ്യൽ തൊഴിലാളികൾക്ക് ഭവന നിർമ്മാണ വായ്പ പദ്ധതി നടപ്പിലാക്കുക, ചികിത്സാ ധനസഹായം സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സിക്കുന്നതിന് പകരം സർക്കാർ നോട്ടിഫിക്കേഷൻ ചെയ്ത പ്രൈവറ്റ് ആശുപത്രികളിലും ചികിത്സ തേടുന്നവർക്കും പ്രസ്തുത ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഡ്സൺ കോർണർ പരിസരത്ത് ധർണാ സമരം നടത്തിയത്. AKTA സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് K മാനുക്കുട്ടൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ തയ്യൽ തൊഴിലാളികളെ സമരമുഖത്തേക്ക് തള്ളിവിടാതെ ന്യായമായ ഈ ആവശ്യങ്ങൾ നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ നിയമ ഭേദഗതി വരുത്തി നിയമമാക്കി തരണമെന്ന് മാനുക്കുട്ടൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി മൂരാട് ദാമോദരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാമകൃഷ്ണൻ, M പുരുഷോത്തമൻ, T കരുണൻ, NC ബാബു എന്നിവർ സംസാരിച്ചു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാർച്ച് 18-ന് 1,00,000 തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിയമസഭ മാർച്ച് നടത്തും. വാർത്തയിൽ ഒരിടവേള. For you, forever. Apollo Gold, Kozhikode, Tirur,
മഞ്ചേരി, വടകര, കണ്ണൂർ. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. 1000 ഭാരതീയ ഗ്രാമങ്ങളിൽ നിന്നും നെയ്തെടുത്ത കോട്ടൺ കളക്ഷനുകളുടെ അദ്ഭുത ശേഖരവുമായി കല്യാൺ സെൽസ് ഒരുക്കുന്നു ബ്രേക്ക് കോട്ടൺ ഫെസ്റ്റ്. ഓരോ ദിവസവും ഫാഷനബിൾ ആക്കാൻ 150 രൂപ മുതൽ കാഷ്വൽ കോട്ടൺ. ഈ സമ്മർ ഡേയ്സ് സ്കൂൾ ഡേയ്സ് ആക്കാൻ 200 രൂപ മുതൽ ടീം കോട്ടൺ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകാൻ 250 രൂപ മുതൽ ഓഫീസ് കോട്ടൺ. പട്ടിന്റെ പ്രൗഢിനി കോട്ടണിലുമാകാം. 1000 രൂപ മുതൽ പാർട്ടി കോട്ടൺ. 150 രൂപ മുതൽ 4000 രൂപ വരെയുള്ള 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. കല്യാൺ സെൽസ്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. വസന്തകാലത്തെ വരവേറ്റുകൊണ്ട് ഹോളി ആഘോഷം. ഫാൽഗുന മാസത്തിലെ പൗർണമി ദിനമാണ് ഉത്തരേന്ത്യൻ സമൂഹം ഹോളി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തും പല ആചാരങ്ങളാണ് ഹോളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട്ടെ അന്യസംസ്ഥാന തൊഴിലാളികളും ഹോളി ആഘോഷം സംഘടിപ്പിച്ചു. ഉത്തരേന്ത്യയിലെ വർണ്ണങ്ങളുടെ ആഘോഷം കോഴിക്കോട്ടും ഗംഭീരമാക്കി. ബംഗാൾ, ഒറീസ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും തൊഴിൽ തേടിയെത്തിയവരാണ് ഹോളി കോഴിക്കോട്ടും ആഘോഷപൂർണ്ണമാക്കിയത്. വർണ്ണങ്ങൾ വാരിവിതറി അസുരവാദ്യത്തിന്റെ അകമ്പടിയോടെ 200-ലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ജാഫർഖാൻ കോളനിയിലെ ഒഴിഞ്ഞ പറമ്പിൽ ഹോളി ആഘോഷിച്ചു. കാഴ്ചക്കാരായി തദ്ദേശീയരും വാഹനയാത്രക്കാരും എത്തി. വസന്തകാലത്തെ എതിരേൽക്കാനായാണ് ഹിന്ദുക്കൾ ഹോളി ആഘോഷിക്കുന്നത്. നിറങ്ങളുടെ ഉത്സവമെന്നും ഹോളിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലാണ് പ്രധാനമായും ഹോളി ആഘോഷിച്ചു വരുന്നത്. ദക്ഷിണേന്ത്യയിലും ഇപ്പോൾ ഹോളി ആഘോഷിക്കുന്നുണ്ട്. ഗുജറാത്തികളും മാർവാടികളും പഞ്ചാബികളുമാണ് ഹോളി ആഘോഷത്തിന് മുന്തിയ പരിഗണന നൽകുന്നത്. മുംബൈ, ദില്ലി പോലുള്ള നഗരങ്ങളിലും ഹോളി ആഘോഷിക്കുന്നവർ ചുരുക്കമാണ്. ജാതിമതഭേദമന്യേ ജനങ്ങൾ ഹോളി ആഘോഷത്തിൽ പങ്കുചേരുന്നു. പരസ്പരം നിറം പുരട്ടുന്നത് ശത്രുത അകലുമെന്നാണ് വിശ്വാസം. ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ആണ് ഹോളി വരുന്നത്. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഫാൽഗുന മാസത്തിലെ പൗർണമിയാണ് ഹോളി. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന രാത്രിയിലാണ് ഹോളി ആഘോഷം നടക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തും പല ആചാരങ്ങളാണ് ഹോളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഹോളി പണ്ട് കർഷകരുടെ ആഘോഷമായിരുന്നു. സമൃദ്ധമായ വിളവ് ലഭിക്കാനും മണ്ണിനെ ഫലഭൂഷ്ടമാക്കാനുമായിരുന്നു ഹോളി ആഘോഷം നടത്തിയിരുന്നത്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന് പ്രവർത്തന പരിധി കോഴിക്കോട് താലൂക്കായി വർദ്ധിപ്പിച്ച് അനുവദിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് സെക്രട്ടറി നൽകിയ ഉത്തരവ് പ്രതിഷേധാർഹമാണെന്ന് കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷൻ. സഹകരണ വകുപ്പിന്റെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഏക സംഘടനയായ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് 10-ന് ജില്ലയിലെ സഹകരണ ബാങ്കുകൾ അടച്ചിട്ട് സഹകരണ ബന്ദ് നടത്തി പ്രതിഷേധിക്കുമെന്നും സംഘടനാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനെ പ്രവർത്തന പരിധി കോഴിക്കോട് താലൂക്കായി വർദ്ധിപ്പിച്ച് അനുവദിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് സെക്രട്ടറി നൽകിയ ഉത്തരവ് ജില്ലയിലെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ ആകെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നു. ഒരു പ്രാഥമിക സഹകരണ ബാങ്ക് എന്ന നിർവചനത്തിൽ തന്നെ സഹകരണ നിയമത്തിൽ പ്രവർത്തന പരിധി പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ എന്ന് നിർണയിച്ചിട്ടുണ്ട്. ഒരു സഹകരണ സംഘത്തിന്റെ പ്രവർത്തന പരിധിയിൽ ഒരേ പ്രവർത്തനം നടത്തുന്ന മറ്റൊരു സഹകരണ സംഘത്തിന് പ്രവർത്തനാനുമതി നൽകരുതെന്നും സഹകരണ നിയമം അനുശാസിക്കുന്നു. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കാരശ്ശേരി ബാങ്കിന് കോഴിക്കോട് താലൂക്ക് പ്രവർത്തന പരിധിയാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തതെന്ന് കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ പറഞ്ഞു. പൊതുതാൽപര്യത്തിനായും സഹകരണ മേഖലയുടെ പുരോഗതിക്കും തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നീക്കുന്നതിന് സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് സാമാന്യ നീതിക്ക് നിരക്കാത്തതും സഹകരണ നിയമത്തിന്റെ ദുരുപയോഗവുമാണ്. ഇത് സഹകരണ മേഖലയിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഏക സംഘടനയായ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് 10-ന് ജില്ലയിലെ സഹകരണ ബാങ്കുകൾ അടച്ചിട്ട് സഹകരണ ബന്ദ് നടത്തി പ്രതിഷേധിക്കുമെന്നും സംഘടനാ നേതൃത്വം പറഞ്ഞു. അന്ന് ജില്ലയിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും ജീവനക്കാരുടെ യൂണിയനുകളും തിരുവനന്തപുരത്തെ രജിസ്ട്രാർ ഓഫീസ് മാർച്ചും ധർണയും നടത്തും. മുഖ്യമന്ത്രി, സഹകരണ മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകും. തങ്ങളുടെ ബാങ്കിനെതിരെ ജില്ലയിൽ സഹകരണ ബാങ്കുകൾ മാർച്ച് 10-ന് സഹകരണ ഹർത്താൽ നടത്തുന്നത് തെറ്റിദ്ധാരണ മൂലമാണെന്ന് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹ്മാൻ.
ജില്ലാ ബാങ്കിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ നടത്തുന്ന ശ്രമമാണിതെന്നും കാരശ്ശേരി ബാങ്ക് സാരഥികൾ പറഞ്ഞു. കോഴിക്കോട് താലൂക്കിൽ പ്രവർത്തനാനുമതിക്കായി തങ്ങൾ സർക്കാരിൽ അപേക്ഷ കൊടുത്തിട്ടില്ല എന്ന് കാരശ്ശേരി ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1994 മുതൽ കോഴിക്കോട് താലൂക്കിൽ ബാങ്ക് വായ്പ നൽകി വരുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലായിടത്തു നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നുമുണ്ട്. ബാങ്കിൽ നിന്നും വായ്പെടുത്ത താമരശ്ശേരി ICD, രാമനാട്ടുകര ഗ്രാമനിർമ്മാണ സമിതി എന്നീ NGOകളാണ് അവരുടെ പ്രദേശത്ത് കാരശ്ശേരി ബാങ്കിന്റെ ബ്രാഞ്ചിനായി സർക്കാരിൽ അപേക്ഷ നൽകിയത്. സർക്കാർ അപേക്ഷ നിരസിച്ചപ്പോൾ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. 2 തവണയും പരിഗണിക്കുവാൻ കോടതി നിർദ്ദേശിച്ചിട്ടും സർക്കാർ അനുമതി നൽകിയില്ല. 3ാമത്തെ കേസിൽ ഹൈക്കോടതി സമയബന്ധിതമായി തീരുമാനമെടുക്കുവാൻ ഉത്തരവായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാമനാട്ടുകരയിലും താമരശ്ശേരിയിലും സബ് സെന്റർ അനുവദിച്ചതെന്നും കാരശ്ശേരി ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിലെ കരുളായി വന മേഖലയിൽപ്പെട്ട 2 ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ 30ഓളം വിദ്യാർത്ഥികൾ കോഴിക്കോട്ടെ മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെത്തി. ആദിവാസി സമുദായത്തിലെ പണിയ, കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് ജില്ലാ കലക്ടർ N പ്രശാന്തും കോർഡിനേറ്റർ VS രാമചന്ദ്രനും ചേർന്നാണ്. ശാസ്ത്ര പ്രദർശനങ്ങളെ അത്ഭുതത്തോടെയും നഗരക്കാഴ്ചകളെ കൗതുകത്തോടെയും ആസ്വദിച്ച വിദ്യാർത്ഥികൾ പ്രദീപ് ഹുഡിനോയുടെ മാജിക്കും കണ്ടാണ് മടങ്ങിയത്. ജീവിതത്തിൽ ആദ്യമായാണ് ഈ കാടിന്റെ കുഞ്ഞുങ്ങൾ നഗരത്തിന്റെ വർണ്ണ ശബളിമയിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ തെല്ലൊരു അത്ഭുതമുണ്ട് എല്ലാവരുടെയും മുഖത്ത്. കോൺക്രീറ്റ് വനങ്ങളെയും നഗരത്തിരക്കിനെയും ചിലർ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. പുതിയ കളിപ്പാട്ടങ്ങളും കളിസ്ഥലവും ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു മറ്റു ചിലർ. ചിലർ ക്യാമറ കാണുന്നതും ആദ്യമായി. അവരുടെ കുഞ്ഞു കണ്ണുകളിൽ അത്ഭുതത്തിന്റെ തിരയിളക്കം. നിലമ്പൂരിലെ കരുളായി സൌത്ത് ഡിവിഷനിൽപ്പെട്ട 2 ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ 30ഓളം ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് രാവിലെ നഗരത്തിലെത്തിയത്. ഒപ്പം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും 2 അധ്യാപകരും ഉണ്ടായിരുന്നു. ആദ്യമായാണ് ഈ വിദ്യാർത്ഥികൾ കാട് വിട്ട് നഗരത്തിലെത്തിയത്. ആദിവാസി സമുദായത്തിൽപ്പെട്ടതും ഏക ഗുഹാ നിവാസികളുമായ മനുഷ്യരാണ് ചോലനായ്ക്കർ. വേട്ടയാടിയും വനവിഭവങ്ങൾ ശേഖരിച്ചും ജീവിതം തള്ളി നീക്കുന്നവർ. ഈ വിഭാഗത്തിലെ പുതിയ തലമുറയാണ് മേഖലാ ശാസ്ത്ര കേന്ദ്രം സന്ദർശിക്കാനെത്തിയത്. ഈ വിദ്യാർത്ഥികളെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചത് ജില്ലാ കലക്ടർ N പ്രശാന്ത്. കാടിന്റെ മക്കൾക്കൊപ്പം കലക്ടർ ഒരുപാട് സമയം ശാസ്ത്രകേന്ദ്രത്തിൽ ചെലവഴിച്ചു. വിശേഷങ്ങൾ ചോദിച്ചു, കഥകൾ പറഞ്ഞു. വന്നതാരാണെന്നറിയാതെ ചിലർ പുറത്തെ കാഴ്ചകളിലാണ് അഭിരമിച്ചത്. ചിലർ അമ്മയുടെ മടിയിൽ നിന്നും ഇറങ്ങിയില്ല. കലക്ടർ എല്ലാവർക്കും പൂച്ചെണ്ടു നൽകി. ശാസ്ത്രകേന്ദ്രം കോർഡിനേറ്റർ BS രാമചന്ദ്രനും വിദ്യാഭ്യാസ ഓഫീസർ KM സുനിലും കലക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. കലക്ടർക്കൊപ്പം മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെ ഓഡിറ്റോറിയത്തിലെത്തിയ വിദ്യാർത്ഥികൾ അവരുടെ കലാപരിപാടികളും കലക്ടർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളെ പ്രദീപ് ഹുഡിനോ എന്ന മജീഷ്യന്റെ മാജിക്കും കാത്തിരുന്നു. വിദ്യാർത്ഥികൾക്കു വേണ്ടി 3D ഫിലിം പ്രദർശനവും മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നു. വിവിധ ശാസ്ത്ര പ്രദർശനങ്ങളും വിദ്യാർത്ഥികൾ അറിഞ്ഞ് ആസ്വദിച്ചു. പിന്നീട് നഗരത്തിരക്കിനോട് വിട പറഞ്ഞ കാടിന്റെ തണുപ്പിലേക്ക് മടങ്ങി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ സഹകരണ ബാങ്ക് ജീവനക്കാർ പണിമുടക്ക് നടത്തി. പണിമുടക്കിയ ജീവനക്കാർ ജില്ലാ സഹകരണ ബാങ്ക് പരിസരത്ത് പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമിതി നേതൃത്വത്തിൽ ജില്ലാ സഹകരണ ബാങ്ക് ജീവനക്കാർ പണിമുടക്കി. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കാലാവധി 2012 മാർച്ചിൽ അവസാനിച്ചതാണ്. ഇതിനെ തുടർന്ന് ശമ്പള പരിഷ്കരണത്തിന് ശുപാർശകൾ സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് സഹകരണ വകുപ്പ് സെക്രട്ടറി ചെയർമാനും സഹകരണ രജിസ്ട്രാർ കൺവീനറും മാനേജ്മെന്റ് ജീവനക്കാരുടെ പ്രതിനിധികൾ അംഗങ്ങളുമായി 2012 നവംബറിൽ സർക്കാർ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ നിയമിച്ചിരുന്നു. 6 മാസത്തിനകം ശുപാർശകൾ സമർപ്പിക്കണമെന്നും കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിയ ജീവനക്കാർ ജില്ലാ സഹകരണ ബാങ്ക് പരിസരത്ത് പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പണിമുടക്കിനെ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ KP അജയ്കുമാർ, മൂസ പന്തിരാങ്കാവ്, VT ജയരാജൻ, P പ്രദീപ് കുമാർ, PK ലക്ഷ്മിദാസ്, KK സജിത് കുമാർ, KT അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിൽ മറ്റൊരിടവേള. For you, forever. Apollo Gold,
ശിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ സമ്പൂർണ്ണ കേരഗ്രാമ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മാർച്ച് 7 3 മണിക്ക് അരിക്കുളത്ത് കൃഷിമന്ത്രി KP മോഹനൻ നിർവഹിക്കുമെന്ന് അരിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് T സുരേഷ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനിത പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര, എലത്തൂർ മണ്ഡലങ്ങളിലാണ് കേരഗ്രാമ പദ്ധതി നടപ്പിലാക്കുന്നത്. പേരാമ്പ്ര മണ്ഡലത്തിലെ അരിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 350 ഹെക്ടർ സ്ഥലത്തും തൊട്ടുകിടക്കുന്ന കീഴരിയൂർ, മേപ്പയൂർ, നടുവണ്ണൂർ പഞ്ചായത്തുകളിലെ 50 ഹെക്ടർ വീതം സ്ഥലത്തുമാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി പ്രകാരം 87,500 തെങ്ങുകൾക്ക് ജൈവ രാസവളങ്ങൾ നൽകൽ, തടം തുറന്ന് വളം ചെയ്ത് പുതയിടൽ, കുമ്മായം ചേർക്കൽ, സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കൽ എന്നിവ നടത്തും. ഉൽപാദനക്ഷമത കുറഞ്ഞ തെങ്ങുകൾ വെട്ടിമാറ്റും. ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കും. ഒരു ഹെക്ടറിന് അഥവാ 175 തെങ്ങിന് 25,000 രൂപ സബ്സിഡി നൽകും. ജലസേചന സൗകര്യം ഏർപ്പെടുത്തുന്നതിന് ഒരു ഹെക്ടറിന് 25,000 രൂപ നിരക്കിൽ പമ്പ് സെറ്റ്, കിണർ, തുള്ളിനന എന്നിവ നടപ്പിലാക്കും. നല്ല ഇനം തെങ്ങിൻ തൈകൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് 50,000 രൂപ സബ്സിഡി നൽകും. കൊയിലാണ്ടി, പേരാമ്പ്ര, തിക്കോടി ഭാഗങ്ങളിൽ വ്യാപിച്ചു വരുന്ന തെങ്ങിന്റെ തഞ്ചാവൂർ വട്ടം എന്ന രോഗം പ്രതിരോധിക്കാൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നിർദ്ദേശിച്ച പരിഹാര മാർഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് കേരഗ്രാമ പദ്ധതി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. 35,000 കർഷകർക്ക് നേരിട്ടും 2,000-ഓളം കർഷകർക്ക് പരോക്ഷമായും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. വാർത്താ സമ്മേളനത്തിൽ അരിക്കുളം കൃഷി ഓഫീസർ അനിത പാലേരി, ഗ്രാമപഞ്ചായത്ത് അംഗം KK ബാലൻ, K അപ്പു എന്നിവരും പങ്കെടുത്തു. കൊയിലാണ്ടി ഒറ്റക്കണ്ടം തട്ടോളി താഴയിൽ നിന്ന് 4,32,000 രൂപയുടെ കുഴൽപ്പണവുമായി കൊടുവള്ളി നാട്ടിക്കല്ലുമ്മൽ ആവിലോള സ്വദേശി ഫവാസിനെ പിടികൂടി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1.5 കോടിയിൽ പരം രൂപയുടെ കുഴൽപ്പണമാണ് വടകര റൂറലിൽ നിന്നു മാത്രം പോലീസ് പിടികൂടിയത്. വടകര റൂറലിൽ വീണ്ടും കുഴൽപ്പണവേട്ട. വടകര SP-ക്ക് കീഴിലുള്ള ഷാഡോ പോലീസാണ് കൊയിലാണ്ടി ഒറ്റക്കണ്ടത്തിൽ വെച്ച് 4,32,000 രൂപ കുഴൽപ്പണം പിടികൂടിയത്. കൊടുവള്ളി ആവിലോറ നാട്ടിക്കല്ലുമ്മൽ ഫവാസ് ആണ് പിടിയിലായത്. CI R ഹരിദാസിന്റെ നേതൃത്വത്തിൽ SI M സുകുമാരനാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതി സഞ്ചരിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയെ എൻഫോഴ്സ്മെന്റിന് കൈമാറി. കഴിഞ്ഞ ആഴ്ച വടകര കൈനാട്ടിയിൽ വെച്ച് എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ 70 ലക്ഷം രൂപ സഹിതം ഒരാൾ പിടിയിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1.5 കോടിയിൽ പരം രൂപയുടെ കുഴൽപ്പണമാണ് വടകര റൂറലിൽ മാത്രം പോലീസ് പിടികൂടിയത്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹരിതായനം 2015 ഏകദിന പഠന ശിബിരം നടന്നു. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൈവ കൃഷി രീതികൾ വ്യാപിപ്പിക്കപ്പെടുമ്പോൾ കർഷകർക്കുണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കാനാവശ്യമായ നടപടികൾ കണ്ടെത്താനുള്ള മാർഗങ്ങളാണ് കൃഷി അസിസ്റ്റന്റുമാരുടെ നേതൃത്വത്തിൽ ഉള്ളേരിയിൽ നടന്ന കൂട്ടായ്മ പ്രധാനമായും ചർച്ച ചെയ്തത്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ഉൽപാദനം നടത്തിവന്ന കർഷകൻ ജൈവവളങ്ങളും പ്രകൃതിദത്ത കീടനാശിനികളുമെല്ലാം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന ആശങ്ക സ്വാഭാവികം മാത്രം. ഇക്കാര്യം സംബന്ധിച്ച കാര്യങ്ങളുമായി കൃഷിഭവനെ സമീപിക്കുന്ന കർഷകനെ സഹായിക്കാൻ കൃഷിഭവനുകളെ ഒരുക്കുന്നതിനായാണ് ഇത്തരം ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാർഷിക മേഖലയിലെ നൂതന അറിവുകൾ, സൈബർ എക്സ്റ്റൻഷൻ, സ്പാർക്ക്, തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നിവ സംബന്ധിച്ച് വിവിധ കാർഷിക സർവകലാശാലകളിലെ വിദഗ്ധരാണ് പഠന ക്ലാസിന് നേതൃത്വം നൽകിയത്. ഹരിതായനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ കൃഷി അസിസ്റ്റന്റുമാരാണ് പങ്കെടുത്തത്. ജൈവ രീതിയിലുള്ള കൃഷിയുടെ പ്രോത്സാഹനത്തിനായി ആത്മ പോലുള്ള ഏജൻസികളെ പങ്കെടുപ്പിച്ച് മാതൃകാ കൃഷിത്തോട്ടം ഉണ്ടാക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. തെങ്ങ്, കവുങ്ങ്, വാഴ, നെൽകൃഷി, പച്ചക്കറി കൃഷി ഇവയുടെ പരിപാലനവും കീടനിയന്ത്രണവുമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. സംഘർഷങ്ങൾക്കു പകരം സംവാദങ്ങളുടെ വാതിലുകൾ മതങ്ങൾ തുറന്നിടണമെന്ന് ISM സംസ്ഥാന സമിതി കോഴിക്കോട് സംഘടിപ്പിച്ച സാംസ്കാരിക സംഗമം ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു.
സംഘർഷങ്ങൾക്ക് പകരം സംവാദങ്ങളുടെ വാതിലുകൾ മതങ്ങൾ തുറന്നിടണമെന്ന് ISM സംസ്ഥാന സമിതി കോഴിക്കോട് സംഘടിപ്പിച്ച സാംസ്കാരിക സംഗമം ആവശ്യപ്പെട്ടു. മാർച്ച് 28, 29 തീയതികളിൽ കണ്ണൂരിൽ നടക്കുന്ന യൂത്ത് മീറ്റിന്റെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചത്. മത അസഹിഷ്ണുത തീവ്രവാദികളെയും ഭീകരവാദികളെയും സൃഷ്ടിക്കാനേ ഉപകരിക്കൂ. സാംസ്കാരിക രംഗത്ത് പടരുന്ന ഫാസിസം രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തിന് പേരുദോഷമുണ്ടാക്കിയിരിക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യവും ഭക്ഷണ സ്വാതന്ത്ര്യവുമെല്ലാം ഹനിച്ച് ഏകലിംഗ സംസ്കൃതിക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നവർക്ക് രാജ്യത്തിന്റെ മനസ്സ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാതെ ഭരണകൂടങ്ങൾക്ക് നാടിന്റെ പുരോഗതിയിലേക്ക് നയിക്കാനാവില്ല. ചരിത്ര കൌൺസിലും ഉന്നത അക്കാദമിക് രംഗങ്ങളിലും സാംസ്കാരിക വിദ്വേഷം പരത്തുന്നവരെ അവരോധിക്കുന്നത് അപമാനകരമാണ്. മതനിരപേക്ഷതയും ജനാധിപത്യവും ക്ഷയിക്കാതെ നിലനിൽക്കണമെങ്കിൽ അതീവ ജാഗ്രത അനിവാര്യമാണ്. IS പോലുള്ള ഭീകര സംഘടനകൾ മാനവികതയോടെയാണ് യുദ്ധം ചെയ്യുന്നത്. മതങ്ങളെയോ രാഷ്ട്രങ്ങളെയോ ഇത്തരം ഭീകര ഗ്രൂപ്പുകളാക്കി കൂട്ടിക്കെട്ടരുതെന്നും സംവാദം ആവശ്യപ്പെട്ടു. ആഗോള ഭീകരതയുടെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക, മതസംവാദങ്ങളുടെ പ്രസക്തി ബോധ്യപ്പെടുത്തുക എന്നിവയാണ് ISM യൂത്ത് മീറ്റിന്റെ ലക്ഷ്യം. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുൾ കോയ മദിനി അധ്യക്ഷം വഹിച്ചു. ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AI അബ്ദുൾ മജീദ് സൊലാഹി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ആദം മുൽസി, യുവജനക്ഷേമ ബോർഡ് മെമ്പർ A ഷിയാലി, ISM ജനറൽ സെക്രട്ടറി PK സക്കറിയ, വൈസ് പ്രസിഡന്റ് നിസാർ ഒളവണ്ണ, KNM ജില്ലാ സെക്രട്ടറി വളപ്പിൽ അബ്ദുൽ സലാം, ISM ട്രഷറർ ഷബീർ കൊടിയത്തൂർ എന്നിവർ സംസാരിച്ചു. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. അരക്കിണർ സാഗരശരണി അണ്ടത്തോടത്ത് ശ്രീ ഭഗവതി ദേവസ്ഥാന പ്രതിഷ്ഠാദിന തിറ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മാർച്ച് 4, 5 തീയതികളിൽ ക്ഷേത്രം തന്ത്രി പതിരിശ്ശേരി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. ആദ്യ ദിനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. രക്ഷസിനും ദുർഗയ്ക്കും പത്മപൂജയും നാഗപൂജയും, നാമജപം, ആധ്യാത്മിക പ്രഭാഷണം, പ്രസാദഊട്ട്, സന്ധ്യാവേല, ദീപാരാധന, ഗുരുപൂജ, ദേവീപൂജ. രണ്ടാം ദിനം ചമ്പയിൽ ശ്രീ ചിറ്റേക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളിപ്പ്, പ്രസാദൂട്ട്, ഗുരുദേവൻ വെള്ളാട്ട്, ദീപാരാധന, ആഘോഷവരവ്, ഭൈരവൻ വെള്ളാട്ട്, വെള്ളരിവെപ്പ്, ഗുളികസ്ഥാനത്ത് നിന്ന് ഭഗവതി തിരയോടുകൂടിയുള്ള താലപ്പൊലി, ഗുരുതി എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പയ്യേരി ശശി, സെക്രട്ടറി വടക്കത്ത് പറമ്പിൽ മോഹൻലാൽ, ട്രഷറർ കോന്നത്ത് സുജീന്ദ്രൻ എന്നിവർ ഉത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ. വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 8 ജില്ലാ കേന്ദ്രങ്ങളിൽ സ്ത്രീ അവകാശ പ്രഖ്യാപന സദസ്സ് സംഘടിപ്പിക്കുന്നു. സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തും ശക്തിയും പ്രദാനം ചെയ്യുന്നതിനും കൂടുതൽ ആർജവത്തോടെ സ്ത്രീ സമൂഹത്തെ രാഷ്ട്രീയ രംഗത്ത് സജീവമാക്കുന്നതിനും വേണ്ടിയാണ് അവകാശ പ്രഖ്യാപന സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി വനിതാ വിഭാഗം ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ മുക്കത്താണ് പരിപാടി നടക്കുന്നത്. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് കൊലപാതകങ്ങൾക്കും അരാജകത്വത്തിനും കാരണമെന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന തികഞ്ഞ വിവരക്കേടാണെന്ന് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി സ്റ്റേറ്റ് പ്രസിഡന്റ് KK സലാം ഹാജി, വൈസ് പ്രസിഡന്റ് MS റഷീദ് എന്നിവർ പറഞ്ഞു. പ്രശസ്ത ഖുർആൻ പണ്ഡിതനും എഴുത്തുകാരും പ്രഭാഷകനുമായിരുന്ന ചെഗനൂർ മൗലവിയെ വകവരുത്തിയത് കാന്തപുരം പറയുന്ന ആത്മീയ വിദ്യാഭ്യാസം നേടിയവരായിരുന്നുവെന്ന സത്യം മറക്കാൻ പാടില്ല എന്നും KSS ഭാരവാഹികൾ പറഞ്ഞു. ലോക മര വ്യാപാര കയറ്റുമതി രംഗത്ത് 2ാം സ്ഥാനം അലങ്കരിച്ചിരുന്ന കല്ലായി ഇന്നത്തെ ശോചനീയാവസ്ഥയിലാകുവാൻ കാരണം വാണിജ്യ നികുതി വകുപ്പിന്റെ അശാസ്ത്രീയ നികുതി ഘടനയും വനംവകുപ്പിന്റെ പ്രായോഗികമല്ലാത്ത നിയമങ്ങൾ മൂലവുമാണെന്ന് കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. വാണിജ്യ നികുതി വർദ്ധിപ്പിക്കാൻ നികുതി നിരക്കുകൾ ഏകീകരിക്കണമെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ വാടക കെട്ടിട ബിൽ ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക, വർദ്ധിപ്പിച്ച റവന്യൂ ടാക്സ് പിൻവലിക്കുക, അശാസ്ത്രീയമായ കെട്ടിട നികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ധർണ നടത്തി. ബിൽഡിംഗ് ഓണേഴ്സ് ജില്ലാ പ്രസിഡന്റ് തയ്യിൽ ഹംസ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് C കുമാരൻ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി CP അബൂബക്കർ, PK ഫൈസൽ, P മുഹമ്മദ്, P ചന്ദ്രൻ, PM അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുക്കം കൽപ്പൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണം, ഒരാൾ മരിച്ചു, 6 പേർക്ക് പരിക്ക്. മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറിയുടെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് MT. കളക്ടറും MTയും കൂടിക്കാഴ്ച നടത്തി.
കാരശ്ശേരി ബാങ്കിന് പ്രവർത്തന പരിധി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മാർച്ച് 10 ജില്ലയിൽ സഹകരണ ബന്ദ്. ഹർത്താൽ നടത്തുന്നത് തെറ്റിദ്ധാരണ മൂലമെന്ന് കാരശ്ശേരി ബാങ്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.